വയനാട്ടിൽ പ്രവേശനോത്സവത്തിൻ്റെ കാര്യങ്ങളൊക്കെ തുടങ്ങുകയാണ്. കുട്ടികളൊക്കെ സ്കൂളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അല്പസമയത്തിനകം തന്നെ KSRTC പ്രത്യേക വണ്ടിയൊക്കെ എത്തും. അനൂപ്, സ്കൂളുകൾ തുറക്കാൻ ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. പ്രവേശനോത്സവത്തിൻ്റെ നടപടികളൊക്കെ എല്ലാം തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അനൂപ് എവിടെയാണ് നിൽക്കുന്നത്? എന്താണ് ഇപ്പോൾ എന്നോട് പറയാനുള്ളത്? മനു, ഞാനിപ്പോൾ ഉള്ളത് നീലിക്കാപ്പിലാണ്. അത് ചൂരൽമലയ്ക്ക്, മനു കണ്ടിട്ടല്ലോ, ചൂരൽമലയ്ക്ക് തൊട്ട് താഴെയുള്ള സ്ഥലത്ത്, നീലിക്കാപ്പ് എന്ന സ്ഥലത്താണ്. ചൂരൽമലയിലെ പ്രവീണിൻ്റെയും ഷിജിനയുടെയും വീട് ഈ ചൂരൽമലയുടെ തൊട്ട് മുകളിലാണ്. അവരുടെ വീടിൻ്റെ തൊട്ട് പുറകിലൂടെയാണ് വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായത്. വീടിൻ്റെ തൊട്ട് ചേർന്നുള്ള പ്രദേശമെല്ലാം ഒഴിച്ചുപോയി. അവർ അന്ന് വൈകിട്ട് അവിടെ നിന്ന് മാറി അവരുടെ ഷിജിനയുടെ വീട്ടിലേക്ക് വന്നതുകൊണ്ടാണ് അവർ ആ ദുരന്തത്തെ അതിജീവിച്ചത്. ഷിജിനയുടെയും പ്രവീണിൻ്റെയും കുട്ടികൾ ഉൾപ്പെടെ ഇന്ന് സ്കൂളിലേക്ക് പോവുകയാണ്. മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പോവുകയാണ്. വെള്ളാർമല സ്കൂളിലാണ് ഷിജിനയുടെയും പ്രവീണിൻ്റെയും കുട്ടികൾ പഠിച്ചിരുന്നത്. വെള്ളാർമല സ്കൂളിലെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു ഇപ്പോൾ എനിക്കൊപ്പം ഇരിക്കുന്ന ആർജവ് കൃഷ്ണ. അവിടെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ പുതിയ യൂണിഫോമൊക്കെ ഇട്ടിട്ട് പോവാണ്. ഇത് വെള്ളാർമല സ്കൂളിലെ യൂണിഫോമാണ്. ഇന്ന് പുതിയ യൂണിഫോം അവിടെ നിന്ന് കിട്ടുന്നതാണ് മാഷന്മാരും ടീച്ചർമാരും ഒക്കെ പറഞ്ഞതെന്നാണ് ആർജവ് പറഞ്ഞത്. ഏതായാലും ആർജവ് ഞങ്ങളോട് കുറച്ച് നേരത്തെ ഒരു പാട്ടൊക്കെ പാടുകയുണ്ടായി, വെള്ളാർമല സ്കൂളിനെ കുറിച്ചുള്ളൊരു പാട്ടൊക്കെ. ആർജവ്, ഇന്ന് കുറേ ദിവസം സ്കൂളിൽ പോയിട്ട് കുറേ ദിവസമായില്ലേ? ഇന്നിപ്പോൾ വീണ്ടും പോവാണ്. പുതിയ സ്കൂളിലേക്കാണ് പോകണത് അല്ലേ? സ്കൂളിൽ അവിടെ എന്താ ഇഷ്ടമായിരുന്നോ? വെള്ളാർമല സ്കൂൾ ഭയങ്കര ഇഷ്ടമായിരുന്നോ? ടീച്ചർമാരെയൊക്കെ ഇഷ്ടമായിരുന്നു? അവിടെ പുഴയൊക്കെ ഉണ്ടല്ലോ, അവിടെ ആ പുഴേൻ്റെ സൈഡിലൊക്കെ പോയിട്ട് ഇങ്ങനെ പഠിക്കുകയൊക്കെ ചെയ്യായിരുന്നു പറയാറുണ്ട് അല്ലേ? അവിടെ കൊണ്ടുപോയിരുന്നോ? എല്ലാ സമയത്തും കൊണ്ടുപോകലുണ്ട്. ആ പുഴേൻ്റെ സൈഡിലൊക്കെ ഇരുന്നിട്ടാ പഠിക്കുക? എന്തൊക്കെയാ പഠിപ്പിച്ചിരുന്നു? പാട്ടൊക്കെ പഠിപ്പിച്ചെന്നായിരുന്നോ? വെള്ളാർമല സ്കൂളിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ഉണ്ണി, വെള്ളരിമലയുടെ, അതൊന്ന് രണ്ടുപേര് പാടാവോ? അതാ ഇപ്പൊ പാടുന്നില്ല കേട്ടാ. ആ രണ്ടുപേരും ഒന്ന് പാടിയോ? വിദ്യാലയമുണ്ട്, മഞ്ഞപ്പുഴയുടെ ഓരം ചേർന്നൊരു പള്ളിക്കൂടമുണ്ട്. അതാണ് അത് ഉണ്ണിമാഷൊക്കെ പഠിപ്പിച്ചെന്ന പാട്ട്. ആർജവ് എന്തായാലും ഇങ്ങനെ 3ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പം ആ ഹയർ സെക്കൻഡറി സ്കൂളിന് തൊട്ട് താഴെയാണ് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ് റൂം എല്ലാം സജ്ജീകരിച്ചിരിക്കുന്നത്. ഏതായാലും ആർജവ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അവിടേക്ക് പോവാണ് മനു. അല്പസമയത്തിനകം ഈ ചൂരൽമലയ്ക്ക് ഒരു ബസ് വരും, സ്റ്റുഡൻറ്റ് ഓൺലി KSRTC സ്റ്റുഡൻറ്റ് ഓൺലി ബസ് ഇവിടേക്ക് വരും. അവിടേക്കാണ് ഇപ്പോൾ താമസിക്കുന്നത്, അതായത് ഈ ചൂരൽമലയുടെ മറ്റൊരു വശത്ത് താമസിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോവുക. അവിടേക്കാണ് ബസ് എത്തുക. അതിന് മുകളിലോട്ടുള്ള ആളുകളെല്ലാം തന്നെ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് അവർ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി. അവിടെ നിന്നും ഈ KSRTCയിലും അതോടൊപ്പം സ്വകാര്യ ബസ്സുകളിലുമെല്ലാം ഏർപ്പെടുത്തിയ യാത്രാ സൗകര്യങ്ങൾ ഉപയോഗിച്ച് അവിടെ നിന്നും മേപ്പാടി സ്കൂളിലേക്ക് കുട്ടികൾ എത്തും. മേപ്പാടി സ്കൂളിൽ 10 മണിക്ക് തന്നെ ഈ പുനഃപ്രവേശനോത്സവം ആരംഭിക്കും. അവിടെ വെച്ചാണ് ഈ കുട്ടികൾക്കുള്ള പാഠപുസ്തകങ്ങൾ, 296 കുട്ടികൾക്കാണ് അവിടെ പാഠപുസ്തകങ്ങൾ നഷ്ടപ്പെട്ടത്. ആ പാഠപുസ്തകങ്ങൾ അവിടെ വെച്ച് മന്ത്രിമാർ തന്നെ കൈമാറും. യൂണിഫോമുകൾ, പുതിയ യൂണിഫോം, അതായത് 700 ജോഡി യൂണിഫോമാണ് വിദ്യാർത്ഥികൾക്കായി തയ്യാറാക്കിയിരിക്കുന്നത്. അതും അവിടെ വെച്ച് 2 ജോഡി വെച്ചിട്ട് വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ചടങ്ങും അവിടെ നടക്കും. അതോടൊപ്പം ഈ മറ്റ് പഠന സാമഗ്രികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നടക്കും. ഏതായാലും ഇന്ന് ഒരു അധ്യയന ഒരു ദിവസമായിരിക്കില്ല, ഒരു പുനഃപ്രവേശനത്തിൻ്റെ ഒരു രീതിയിലേക്ക് അത് അവസാനിക്കും. അതിനുശേഷം വിദ്യാർത്ഥികളെ വീടുകളിലേക്ക് തന്നെ മടക്കിവിടും. ഏതായാലും ഈ അധ്യയനവുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് പെട്ടെന്ന് തന്നെ ഒരു അധ്യയന ദിവസങ്ങളിലേക്കല്ല, കുട്ടികളുടെ ഈ ചെറിയ മാനസിക പിരിമുറുക്കവും അല്ലെങ്കിൽ അവർക്ക് പുതിയൊരു ക്ലാസ് റൂമിലേക്ക് എത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചില വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം പരിഹരിക്കുന്ന വിധത്തിൽ ഒരു അധ്യയന രീതി തന്നെയാണ് അധ്യാപകർ SSK പ്രത്യേകിച്ച് അതിനായി ഒരുക്കിയിരിക്കുന്നത്. ആ മോഡ്യൂൾ അനുസരിച്ചായിരിക്കും ഈ അവരുടെ ഒരു തുടർ വിദ്യാഭ്യാസം അവിടെ നടക്കുക. ഏതായാലും വെള്ളാർമല സ്കൂൾ നമുക്കറിയുന്നത് പോലെ വളരെ വൈകാരികമായ ഒരു സ്കൂളാണ്. ഇപ്പോൾ ഈ പ്രവീൺ, അതായത് ആർജവിൻ്റെ അച്ഛനൊക്കെ ആ സ്കൂളിൽ പഠിച്ച ആളുകളാണ് അല്ലേ? 10 വരെ അവിടെ പഠിച്ചതാണ്. പിന്നെ വൈഫ് +2 വരെ. നിങ്ങൾ രണ്ടുപേരും അവിടെ സ്കൂളിൽ പഠിച്ചു? അവിടെ പഠിച്ചതാണ്. ഇപ്പോൾ അവിടുത്തെ ആളുകളുടെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഈ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ വേണമെന്ന്. അത് ഭയങ്കര വൈകാരികമായൊരു, അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ അവിടെ പഠിപ്പിച്ച മാഷ്മാരായാലും ശരി, അവർ ലീവിനൊക്കെ വീട്ടിൽ പോയാലും അതുപോലെ ഓണം വെക്കേഷൻ കാര്യങ്ങൾക്ക് പോയാലും അവരെ ഫ്രണ്ട്സായിട്ട് അവരിങ്ങോട്ട് വരും.
അതുപോലെ ഉണ്ണി സാറപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ അവരെ നാട്ടിലത്തെ ആൾക്കാരൊക്കെ കൂട്ടിയിട്ട് ഇവിടെ കൊണ്ടുവരും, ഞങ്ങളെ നാടിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അതുകൊണ്ട് ആ വരുന്ന ടീമിന് വരെ ഇവിടുന്ന് പോകാൻ തോന്നൂല. അവിടെ പഠിച്ചിരുന്ന കാലമൊക്കെ നല്ല രസമായിരുന്നു. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മളൊക്കെ ഭയങ്കര പോക്കിരിയിരുന്നു അവിടുത്തെ. പിന്നെ നല്ല രസമായിരുന്നു. സ്കൂളിലും ആ മരത്തിൻ്റെ മുകളിലൊക്കെ ഇരുന്നിട്ടൊക്കെ ഞങ്ങൾ പഠിച്ചതും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പോൾ കുട്ടികൾക്ക് ആ സ്കൂള് മാറിപ്പോവേണ്ടി അതിൻ്റെ ഒരു വിഷമം ഞങ്ങൾക്ക്. ആ സ്കൂൾ അതേപോലെ ഇനി എന്തായാലും കിട്ടൂല. അതേപോലത്തെ ഒരു ഇതിലൊന്നും നമുക്ക് കിട്ടൂല. കിട്ടുകയാണെങ്കിൽ തന്നെ വേറെ എവിടെയെങ്കിലും കിട്ടിയിട്ടല്ലേ. പക്ഷെ എല്ലാവരുടെ മനസ്സിലുള്ളത് ഈ സ്കൂൾ എപ്പോഴും നിലനിന്ന് ഇവിടെ തന്നെ കാണണമെന്നാണ്. പക്ഷെ ഇനിയിപ്പോൾ അതെന്തായാലും അവിടെ നടക്കൂല ആർക്കും. അപ്പം അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഷിജിനിയുടെ അച്ഛൻ സ്കൂളിൽ എങ്ങനെയാണ്? ഞങ്ങളും ആ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. ഈ വളർമൽ സ്കൂളിൽ തന്നെ പഠിച്ചതാണ്. ഇവിടെ ഉള്ളവരൊക്കെ ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ തന്നെ. അതെ, എല്ലാവരും ഇവിടെ സെറ്റിലായ ആൾക്കാരാണ്. പിന്നെ ഇപ്പോൾ നമ്മളെ ആഗ്രഹം തന്നെ ഒരു വെള്ളാർമല ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് തന്നെ വിഷമമാണ്. അപ്പോൾ അതുപോലെ ഒന്ന് ആക്കിയെടുക്കണം, എല്ലാവരും ഇവിടുന്ന് വിട്ടുപോകാതെ ആക്കണം എന്നാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ ഉണ്ണിമാഷൊക്കെ ഇവിടെ വന്ന സമയത്ത് മൂപ്പര് പുള്ളി മക്കളെ നാടൻ പാട്ടും കാര്യങ്ങളും അതേപോലെ പാട്ട് മത്സരങ്ങളൊക്കെ ആയിട്ട് മൂപ്പരാണ് ഏറ്റവും ഇങ്ങനെ നമ്മളെ ഈ ക്ലാസ്സൊക്കെ ഇങ്ങനെ ആക്കിയെടുത്തത്. പിന്നെ ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. കാരണം പുഴ, തൊട്ടടുത്ത അമ്പലം, പള്ളി, എല്ലാവരും ഇടകലർന്ന് ജീവിക്കുന്ന ഒരു ഏരിയ, ഇവിടെ തന്നെ പെറ്റു വളർന്നവർ. അതാണ് അതിൻ്റെ ഒരു സന്തോഷം. പുറത്തുനിന്ന് വന്നവരാരുമില്ല. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ എല്ലാവരും ഓരോരുത്തരൊക്കെ ഇതിൽ പെട്ടുപോയി. കുട്ടികൾക്ക് ഇപ്പം സ്കൂളിൽ ചെല്ലാൻ അതിനായിട്ട് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയെന്നല്ലേ? മേപ്പാടി ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നാണ് പ്രവേശനോത്സവം, ഇന്നാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും പോകുന്നുണ്ട്. എല്ലാവരും കുട്ടീനെയും കൊണ്ട് എല്ലാവരും പോയിട്ട് എന്താ അവസ്ഥ നോക്കട്ടെ. പിന്നെ മക്കളെ ഇവർക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. ഈ ക്ലാസ് വിട്ട് വേറൊരു ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ഇനി ബസ്സിലൊക്കെ പോയി ഒന്ന് ശീലിക്കണം. മറ്റേത് വീട്ടിൽ നിന്ന് മാറ്റി നേരെ സ്കൂളിലേക്ക് നടന്നു പോയാൽ മതി. ഇനി സ്കൂളിൽ പോയി ഈ ബസ്സിലൊക്കെ പോയി വന്ന് ശീലിക്കണം. അപ്പോൾ അതിനുള്ള ചെറിയൊരു വിഷമം ഉണ്ടാവും. നേരെയാക്കി എടുക്കണം. മാഷ്മാരൊക്കെ നല്ല അഭിപ്രായങ്ങൾ. കാരണം അവർ പറയുന്നത് ഞങ്ങൾ പറഞ്ഞത് ഇത്രയും ചെറിയ കുട്ടികളാണ്, ഇത്രയും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വിട്ടാൽ നേരെ സ്കൂളിൻ്റെ അടുത്ത് എത്താനുള്ള ദൂരമുള്ളൂ. പക്ഷെ ഇവിടെ ഇത്രയും ലോങ് നമ്മൾ വിടണ്ടായി. അപ്പോൾ മാഷ്മാർ തന്നെ നിങ്ങളൊരു പേടിയും പഠിക്കണ്ട, നമ്മൾ തന്നെ കൊണ്ടുപോയി ഞങ്ങൾ തന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കി തരും. ഞങ്ങളിവിടെ കാത്തുനിന്നാൽ മതി, ഞങ്ങൾ പോയി കുട്ടികളെ ഭദ്രമായിട്ട് അവിടെ കൊണ്ടുപോകും, തിരിച്ച് അവർ തന്നെ ഇവിടെ ആക്കി തരുന്നു ഉറപ്പ് തന്നിട്ടുണ്ട്. ആഗ്നേയകൃഷ്ണയ്ക്ക് എന്താ പറയുക? അവൾക്ക് ചിരിക്കുക. അവൾക്ക് LKG വേഗം തുറക്കായിട്ടാ. LKG സ്കൂളിൽ പോണ്ടേ? അതും വേഗം തുറക്കണം എന്നാ പറയണേ. മനു, ആഗ്നേയ LKG ചൂരമലയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സ്വകാര്യ LKG സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇവർ പറയുന്നത് അതായത് എല്ലാ വിധത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയാണ് മനു ഈ വിദ്യാർത്ഥി. തീർച്ചയായും അനൂപ്, ഞാനത് നേരിൽ കണ്ട ആൾ കൂടിയാണ് അനൂപ്. എനിക്കതിൽ വളരെ വ്യക്തതയുണ്ട്. അല്പസമയത്തിനകം KSRTC വളരെ വ്യക്തതയുണ്ട്. പ്രവേശനോത്സവത്തിലേക്ക് കൂടി ഞാനൊന്ന് പോവുകയാണ് അനൂപ്.